Good afternoon to all. Good afternoon, ma'am. Good Good afternoon, afternoon. ma'am. Afternoon, ma'am. Good afternoon. Okay, good afternoon. Ma'am, test കിട്ടി. Next video. Very good. Yes, ma'am. നിങ്ങൾക്ക് വായിക്കാലോ അല്ലേ? വായിക്കാൻ സമയം തരാം. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? How are you all? സുഖം മാം. സുഖം. Okay, have you had your lunch? Lunch കഴിച്ചോ? കഴിച്ചു. No, കഴിച്ചിട്ടില്ല. Okay, ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടോ കഴിക്കാൻ? Okay, കഴിച്ചു. Very nice. ടെക്സ്റ്റ് കിട്ടിയിട്ട് വായിച്ചു നോക്കിയോ? എടുത്ത പോർഷൻസ് എല്ലാം വായിച്ചോ? Yes, ma'am. Yes, കഴിച്ചില്ല. ma'am. വായിച്ചു. Yes, ma'am. മനസ്സിലായോ? മനസ്സിലായി. ടെസ്റ്റ് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് കറക്റ്റ് ആയിട്ട് ഏതൊക്കെ പോർഷൻസ് ഉള്ളത്. മറ്റൊന്നും ക്ലിയർ ആയി. പറഞ്ഞോളും മാം. ഹരിതയുടെ ഡൗട്ടിനെ കുറിച്ച് പറഞ്ഞോളും. ടെക്സ്റ്റ് അതെ, ചെയ്തോ? അതെ, ഹരിതക്ക് കുറച്ച് ഡൗട്ട് കുറച്ച് കൂടുതലാണ് അല്ലെ? എല്ലാവർക്കും അറിയാം. Yes. ഹരിതപ്പോ നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിനും അറിയാം കേട്ടോ. അല്ല മാം, ഞാൻ എടുത്തത് +2 കൊമേഴ്സ് ആണ്. കാരണം സയൻസിന്റെ ഒന്നും ഇത്ര കാരണം അത്ര ഇതല്ല. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചെറിയ അറിവ് നമുക്കുള്ളൂ, ബാക്കിയൊന്നും കറക്റ്റ് അറിയത്തില്ല. അപ്പൊ നമുക്ക് ഡൗട്ട് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു പോകുന്നതാ, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല ചോദിക്കുന്നേ. ഞാൻ ചുമ്മാ പറഞ്ഞു. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കരുത്. തമാശക്ക് ഒന്നും പറയുന്നുള്ളൂ. എപ്പോഴും നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കാൻ മാത്രമാണ് അല്ലെ? എപ്പോഴത്തേക്കും പഠിത്തമാണ്. ജസ്റ്റ് ഒന്ന് റിലാക്സിങ് ചെയ്യണ്ടേ അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് ഈ ബാച്ചിൽ ഹരിത എല്ലാവരും അറിയും. അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നാൽ ഹരിതയാണെന്ന് പറഞ്ഞ് എനിക്ക് അറിയാൻ പറ്റും. കാരണം അതെന്തുകൊണ്ടാണ് ഡൗട്ട് ഇത് ചോദിച്ചുകൊണ്ടാണ് അല്ലെ? ഇനിയിപ്പോ ഡൗട്ട് ഒന്നും വരില്ല. ഹരിത ടെക്സ്റ്റ് കിട്ടി, വായിക്കാൻ പോവാണ്, പഠിക്കാൻ പോവാണ് അല്ലെ? യെസ് മാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, കണ്ടിന്യൂ ചെയ്യാം. നമ്മള് മോഡൽ 2 ചാപ്റ്റർ 7 ആണ്, ഡയറ്ററി സർവീസ് ആണ് കേട്ടോ. ഓക്കെ, അതിൽ കുറച്ച് പോർഷൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ? അപ്പൊ ഡയറ്റ് എന്താണ് അല്ലെ? എന്താണ് നമ്മുടെ ഡയറ്ററി സർവീസ്, എന്താണ് ഫോളോ ചെയ്യുന്നവരുടെ ഫങ്ഷൻസ് എന്താണ് അല്ലെ? മെയിൻലി എന്താണ് പേഷ്യൻസിന്റെ ഡയറ്റ് അല്ലെ? ഡയറ്റ് ഫോളോ ചെയ്യാനും അവർക്ക് ചാർട്ട് ചെയ്യാനുള്ള ഒരു സർവീസ് ആണ് എന്ത് ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലില് ഡയറ്ററി സർവീസ് പേഷ്യൻസിന്റെ ഡയറ്റ് അല്ലെ, അവരുടെ ഡിസീസ് അല്ലെങ്കിൽ അവരുടെ ഇലൻസിനെ ബേസ് ചെയ്തിട്ട് അവർ എന്തൊക്കെ തരത്തിലുള്ള ഫുഡാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ഫുഡാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, സോ ഇതെല്ലാം ചാർട്ട് ചെയ്യുന്നതും അല്ലെ, അവർക്ക് ആ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും പറയുന്ന ഡയറ്ററി സർവീസ് ആണ്. ഓക്കെ, അപ്പോ നമ്മള് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് നോക്കിയിരുന്നു അല്ലെ? അതില് ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്, then renal diet, low sodium diet, soft diet, diabetic diet, high protein diet, liquid diet. അതില് പ്രത്യേകിച്ച് ഒരുപാടൊന്നും പഠിക്കാനൊന്നുമില്ല കേട്ടോ. എന്താണ് കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ അസുഖത്തിനെയും ബേസ് ചെയ്തിട്ടുള്ള ഡയറ്റ് ആണ് അല്ലെ? കാർഡിയാക് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർഡിയാക് പേഷ്യൻസിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ആണ്. അതുപോലെ റെനൽ എന്താണ്? കിഡ്നി പേഷ്യൻസിനാണ് കേട്ടോ. അതെവിടെയെങ്കിലും നോട്ട് ചെയ്തേക്കുന്നുണ്ടോ? കിഡ്നി പേഷ്യൻസിനാണ് റെനൽ ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ലോ സോഡിയം അല്ലെ? ആ ലോ സോഡിയം അങ്ങനത്തെ ഒരു അസുഖമുള്ള സോഡിയം കുറഞ്ഞ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അല്ലെ? സോ ആ പറയുന്ന പേഷ്യൻസിന് നമ്മൾ ഏതൊക്കെ എന്ത് ഡയറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്, സോ അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. അതുപോലെ സോഫ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു, സർജറി കഴിഞ്ഞ പേഷ്യൻസിന് അധികം ഹാർഡായിട്ട് ചലിക്കാനോ അല്ലെ, അവർക്ക് ചിലപ്പോൾ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അവർക്ക് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഈ സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഡയബറ്റിക് യാ, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഡയബറ്റിക് ഡയറ്റ് ഡയബറ്റിക് പേഷ്യൻസിന്റെ ഡയറ്റ് ആണ്, അവർക്ക് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ്. ദെൻ ഹൈ പ്രോട്ടീൻ, പ്രോട്ടീൻസ് ആവശ്യമായ കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? പ്രോട്ടീൻ കുറവുള്ള പേഷ്യൻസ് അല്ലെ, അവർക്ക് കുറച്ച് അത്യാവശ്യം അവർക്ക് പ്രോട്ടീൻ ആവശ്യമായ കുറച്ച് പേഷ്യൻസ് ഉണ്ടാവും. സോ അവർക്ക് ഫോളോ ചെയ്യാവുന്ന ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ് പറയുന്ന പോലെ ലിക്വിഡ് ഡയറ്റ് അല്ലെ, ലിക്വിഡ് ഐറ്റംസ് കഴിക്കേണ്ട വരുന്ന സാഹചര്യങ്ങളും പേഷ്യൻസിന് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? ഇപ്പോൾ തന്നെ സർജറി കഴിഞ്ഞ പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ കുറച്ചുകൂടെ പറയുന്ന വേറെ ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ? സോ അവർക്ക് ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ആണ് ഈ പറയുന്ന ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 തരം ഡയറ്റ് മനസ്സിലായോ? അങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലോ, ക്ലിയർ അല്ലേ?
അല്ലെ? അപ്പൊ ഏതൊക്കെ ഫുഡ് കഴിക്കണം, കഴിക്കാൻ പാടില്ല, ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി ഡിസ്കസ് ചെയ്തതാണ്. അത്രയൊക്കെ ഉള്ളൂ അല്ലെ? ഓക്കെ, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മുടെ ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഒരുപാട് ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സോ അങ്ങനത്തെ ഒരു ടോപ്പിക്സോ ഒന്നും ഈ ചാപ്റ്ററിൽ ഇല്ല. സോ എളുപ്പമാണ് കേട്ടോ. ദെൻ ലൊക്കേഷൻ അല്ലെ, ഈ പറയുന്ന ഡയറക്ടറി സർവീസിന്റെ ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എങ്ങനെയാണ് എന്നാണ് കേട്ടോ. It's on the ground floor that this department is preferably located. Ground floor-ലായിരിക്കും ഈ പറയുന്ന ഡയറക്ടറി സർവീസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് താഴത്തെ ഫ്ലോറിൽ അല്ലെ. The design and the precision facilities of the department have an importance on the standard of good service, labor cost and morale of employees. അതായത് ഇപ്പോ ഈ പറയുന്ന ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒരു പറയുന്ന സർവീസിന്റെ ഡിസൈൻ ആണ് ഉദ്ദേശിക്കുന്നത്. കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഈ പറയുന്ന ഫുഡ് സർവീസ് അല്ലെ, ക്വാളിറ്റി ഫുഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പേഷ്യൻസിനാണെങ്കിൽ ക്വാളിറ്റി ഫുഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫുഡ്സ് അല്ലെ, അല്ലാതെ മോശം ഭക്ഷണങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് പേഷ്യൻസ്. അതും അസുഖങ്ങളായ പേഷ്യൻസിന്, പിന്നെ പറയുന്ന എന്തെങ്കിലും സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ നമ്മൾ ഹെൽത്തി ഫുഡ്സ് ആണ്, സ്റ്റാൻഡേർഡ് ഫുഡ്സും. അതുപോലെ ക്വാളിറ്റി ആണെങ്കിലും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഫ്രഷ് ഫുഡ് ആയിരിക്കണം. സോ അതെല്ലാം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതെല്ലാം കൂടി കണക്കിലെടുത്താണ് ആ ഒരു പറയുന്ന സർവീസ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലേബർ കോസ്റ്റ് അല്ലെ. ലേബർ കോസ്റ്റ് എന്താണ്? അധികം ലേബർ കോസ്റ്റ് ഒന്നും പാടില്ല അല്ലെ. എന്തൊരു കാര്യത്തിലാണ് നമ്മൾ അഫോർഡബിൾ ആയ രീതിയിലാണ് നമ്മൾ ഫുഡ് അതിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാം കൊണ്ടും ആ ഒരു ലേബർ കോസ്റ്റ് ആണെങ്കിൽ എല്ലാവരും ഏകദേശം ഒരുപാട് ഇല്ലെങ്കിൽ പോലും അല്ലെ മിനിമം മിനിമലൈസ് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതും വളരെ ഇമ്പോർട്ടൻസ് ആണ്. അതൊരു ഫെസിലിറ്റീസ് ആണ് അല്ലെ. പിന്നെ മൊറൽ ഓഫ് എംപ്ലോയീസ്, പിന്നെ ആ എംപ്ലോയീസിന്റെ നമ്മള് മൊറൽ മീൻസ് മനോവീര്യം എന്നാണ് കേട്ടോ മീനിങ് വരാൻ. മനോധൈര്യം മനോവീര്യം എന്നാണ്. അപ്പൊ എംപ്ലോയീസ്, നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് കുറച്ചുകൂടെ നമുക്ക് പറയുന്ന ലേബർ കോസ്റ്റ് തീരെ കുറവാണെങ്കിലും അല്ലെ അവരെ കുറച്ചുകൂടെ എന്താണ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കോസ്റ്റ് മീൻസ് ചെലവെന്ന് പറയും കേട്ടോ. ചെലവ് റേറ്റ് എന്നും പറയാം, ചെലവെന്നും പറയാം കേട്ടോ. ഓക്കെ, അത് സെന്റൻസിന്റെ ഓരോ സെന്റൻസിന്റെ മീനിങ് അനുസരിച്ചിരിക്കും കേട്ടോ. ഓരോ വേർഡ്സിന്റെ മീനിങ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസിന്റെ മനോവീര്യം ആണെങ്കിലും അവരുടെ ലേബർ കോസ്റ്റ് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും ഫുഡ് സർവീസ് ആണെങ്കിലും ആ ഒരു എല്ലാ രീതിയിലും പറയുന്ന ഇമ്പോർട്ടൻസ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഡയറക്ടറി ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു രീതിയിലാണ് ഈ പറയുന്ന ആ സർവീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് ലൊക്കേഷനും ഡിസൈനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത്. ഇനി സ്റ്റാഫിംഗ് ക്ലാസിഫിക്കേഷൻ ഇതാണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ ആൻഡ് സൂപ്പർവൈസർ, കുക്ക്, വെയറേഴ്സ്, അസിസ്റ്റന്റ് കുക്ക്, ക്ലീനർ. അപ്പൊ ഓരോരോ താഴെ പൊസിഷൻസ് ആണ് കേട്ടോ. ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ. Then role of dietitiansന്റെ ഓരോ റോൾസ് എന്തൊക്കെയാണ് എന്നാണ് കേട്ടോ. അവരെ ഓരോ എന്താണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ പല രീതിയിലാണ് അല്ലെ. സോ the first one is inpatient catering and diet counseling, commercial catering, education, training and research. ഓക്കെ, ഇതൊക്കെയാണ് ഒരു ഡയറ്റീഷ്യൻസിന്റെ റോൾസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ is inpatient catering. അതായത് ഇൻപേഷ്യന്റ് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന പേഷ്യൻസ് ആണ് ഇൻപേഷ്യന്റ്. അതായത് ഹോസ്പിറ്റലിലുള്ള പേഷ്യൻസ്, അഡ്മിറ്റ് ആയ പേഷ്യൻസിനെയാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഔട്ട് പേഷ്യന്റ് എന്താണ്? നമ്മൾ കൺസൾട്ട് ചെയ്തതിനു ശേഷം ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്തതിനു ശേഷം നമ്മൾ തിരിച്ചു പോകുന്നു, ബാക്ക് ടു ഹോം അല്ലെ. അങ്ങനത്തെ പേഷ്യൻസ് ആണ് ഔട്ട് പേഷ്യൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇൻപേഷ്യൻസ് കാറ്ററിംഗ് എന്ന് പറയുന്നത് it deals with the provision of meals to the patients who are admitted in the hospitals. It should be a balanced diet that provides sufficient calories, considering the type of underlying illness and any extra nutrition needs and the normal habits of patients in the state. അതായത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത് അവിടെ അഡ്മിറ്റ് ആയ പേഷ്യൻസിന്റെ ഫുഡ്
പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാറ്ററിംഗ് ആണ് അല്ലെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ, അവർക്ക് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന, അതായത് അഡ്മിറ്റ് ആയ പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്ററിംഗ് ആണ് ഈ പറയുന്ന ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അവര് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്, അവരുടെ ഡയറ്റ് ആണ്, അവരുടെ ബാലൻസ് ഡയറ്റ് അല്ലെ. ഷുഡ് ബി ബാലൻസ് ഡയറ്റ് that provides sufficient calories. അവർക്ക് ആവശ്യത്തിനുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാലറീസ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ അവരുടെ അസുഖങ്ങൾ എന്താണ്, സോ അവർക്ക് ആ അസുഖത്തെ ബേസ് ചെയ്തിട്ട് അവർ എന്തൊക്കെ ഫുഡ്സ് ആണ് കൊടുക്കേണ്ടത് അല്ലെ, ഭക്ഷണക്രമങ്ങളും അവരുടെ ഭക്ഷണ രീതികളും അവർക്ക് വേണ്ട ന്യൂട്രീഷണൽ വാല്യൂസും അല്ലെങ്കിൽ ന്യൂട്രീഷണൽ പറയുന്ന ഫാക്ട്സും തന്നെ പറയുന്ന എല്ലാം കാലറീസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും സോ എല്ലാം ഇൻക്ലൂഡ് ആകുന്നുണ്ടോ, അതുപോലെ ബാലൻസ് ഡയറ്റ് ആണോ, സോ ഇതെല്ലാനും കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറയുന്ന കാറ്ററിംഗ് എന്താണ് പ്രവർത്തിക്കുന്നത്. സോ ആ ഒരു കൈൻഡ് ഓഫ് കാറ്ററിംഗ് ആണ് ഈ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. സോ ഇതിലെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും അത് ആരാണ്, ഡയറ്റീഷ്യൻ ആണ്. ഇതെല്ലാം ഫോളോ ചെയ്യുന്ന അവിടെ മാനേജ് ചെയ്യുന്നത് പറയുന്ന ഡയറ്റീഷ്യൻ ആണ്. അപ്പോ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഇസ് വൺ ഓഫ് ദ റോൾസ് ഓഫ് ഡയറ്റീഷ്യൻ. ഓക്കെ, ക്ലിയർ? അപ്പോ പേഷ്യൻസിന്റെ ഫുഡ് ഹാബിറ്റ്സ് ആണെങ്കിലും അല്ലെ എല്ലാം ആ ഒരു അസുഖത്തെ ബേസ് ചെയ്തിരിക്കും. അവർക്ക് എന്തൊക്കെ ന്യൂട്രീഷണൽ വാല്യൂസ് ആണ്, അവർക്ക് എന്തൊക്കെ ന്യൂട്രീഷണൽ നീഡ്സ് ആണ് ആവശ്യമുള്ളത്, അതെല്ലാനും കൺസിഡർ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ കാറ്ററിംഗ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഫങ്ഷൻസ് അതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ? ആൻഡ് ഡയറ്റ് കൗൺസിലിംഗ്. ഇനി ഡയറ്റ് കൗൺസിലിംഗ് പോവാണെങ്കിൽ can be given as outpatient diet clinics when patients are referred by clinicians അല്ല കേട്ടോ, ക്ലിനിക് ഡയറ്റീഷ്യൻസ് എന്നാണ് കേട്ടോ. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, സോ അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇറ്റ്സ് എ ക്ലിനിക് ഡയറ്റീഷ്യൻ. ഓക്കെ, ക്ലിനിഷ്യൻസ് അല്ല, ക്ലിനിക് ഡയറ്റീഷ്യൻ. Can be given as outpatient diet clinic when patients are referred by clinic dietitians to calculate their dietary needs in view of the body weight, underlying disease, food habits, availability and acceptability of various foods depending upon the economic condition of each patient. Patients are usually given a diet to be followed by them along with the certain foods either to be discarded or to be preferred. അതായത് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇപ്പോ ഔട്ട് പേഷ്യൻസ് അല്ലെ, നമുക്കിപ്പോ ഇതിപ്പോ ഇൻപേഷ്യന്റ് കാര്യം പറഞ്ഞു, ഇനിയിപ്പോ ഔട്ട് പേഷ്യന്റ് ആണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിറ്റ് അല്ലാത്ത പേഷ്യൻസ് ഉണ്ട് അല്ലെ, നമ്മളിപ്പോ നമുക്ക് പല അസുഖങ്ങളുണ്ട്, അതുപോലെ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവാണ്, അഡ്മിറ്റ് അല്ല നിലവിൽ അഡ്മിറ്റ് അല്ല. സോ എന്നാലും നമുക്ക് നമ്മുടേതായ കുറച്ച് നമുക്ക് നമ്മുടേതായ ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ഈവൺ എനിക്ക് തന്നെ എനിക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. നമ്മുടെ നിലവിലെ കണ്ടീഷൻ, നമ്മുടെ ബോഡി കണ്ടീഷൻ എങ്ങനെയാണോ, നമുക്ക് എന്തെങ്കിലും അല്ലെ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്ക് ഓവർ വെയിറ്റ് ആണോ അല്ലെങ്കിൽ കുറച്ച് അതിലും കുറച്ച് വെയിറ്റ് ആണോ, നമുക്ക് വെയിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റ് അനുസരിച്ചുള്ള വെയിറ്റ് ആണോ അല്ലെ, നമുക്ക് അറിയാലോ നമ്മൾ ഓവർ വെയിറ്റ് ആണെങ്കിലും വെയിറ്റ് കുറവാണെങ്കിൽ നമുക്ക് അറിയാലോ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഒരു ഡയറ്റീഷ്യൻ എന്തായാലും നമ്മൾ കൺസൾട്ട് ചെയ്തേ പറ്റും അല്ലെ, കാരണം അത് ഒരിക്കലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ട് കാണണമെന്നൊന്നുമില്ല, അല്ലാതെ നമുക്ക് കാണാം, അപ്രോച്ച് ചെയ്യാവുന്നതാണ്, കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോ നമ്മൾ പോകുന്നത് എന്താണ്, അപ്പൊ നമുക്ക് നല്ലൊരു ഡയറ്റ് അറിയണം, ഡയറ്റ് ചാർട്ട് അറിയണം. നമ്മള് അസുഖത്തെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഫുഡിന്റെ ബേസ് ചെയ്തോ, നമ്മുടെ ഹാബിറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ബോഡി വെയിറ്റ് ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള ഷോർട്ട് ചെയ്യാൻ പറയും. യെസ്, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ ഉണ്ട് കേട്ടോ, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. എപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, എപ്പോഴും നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സോ അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പോ ഒരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തെങ്കിൽ പുള്ളി നമ്മൾ കൗൺസിലിംഗ് ചെയ്യും അല്ലെ. പുള്ളി കൗൺസിലിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പുള്ളി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഡോക്ടർ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ നമുക്ക് എല്ലാ അവയർനെസ്സും അബൌട്ട് ഫുഡ്സ് ആൻഡ് അബൌട്ട് അവർ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ അബൌട്ട് അവർ വെയിറ്റ്സ് ഇതെല്ലാം ബേസ് ചെയ്തിട്ട് ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഡയറ്റീഷ്യൻ നമുക്ക് കൗൺസിലിംഗ് ചെയ്യും. ഏതൊക്കെ തരത്തിലുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഫുഡ്സ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം. ഡിസ്കാർഡ് മീൻസ് അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ആ സെന്റൻസ് ലാസ്റ്റ് ആണ്, either to be discarded or to be preferred. Discarded means ഒഴിവാക്കേണ്ടത് കേട്ടോ, ഒഴിവാക്കേണ്ടതും ഇനി പ്രിഫേർഡ് ഏതൊക്കെ തിരഞ്ഞെടുക്കേണ്ടതുമായ ഏതൊക്കെ ഫുഡ്സ് ആണ് എന്ന് നമുക്ക് ഈ പറയുന്ന ഡയറ്റീഷ്യൻസ് നമ്മൾ കൺസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു തരും. സോ അതിനനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോ ചിലപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് നമ്മുടെ സാമ്പത്തികപരമായിട്ടാണെങ്കിലും അല്ലെ, അവര് പറയുന്ന എല്ലാ ഫുഡ്സും ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല അല്ലെ. ഒന്ന് ആലോചിക്കുക, നമ്മള് ഡെയിലി നമ്മൾ കഴിക്കേണ്ട ഫുഡ്സ്
ഇപ്പൊ അറിയാം പുറത്തോട്ട് പോയി ഫ്രൂട്ട്സ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും ഫ്രഷ് ആണെങ്കിൽ പോലും നമ്മൾ വാങ്ങുമ്പോൾ അറിയാലോ അത്യാവശ്യം നമ്മുടെ കയ്യില് ഫിനാൻഷ്യൽ അല്ലെ സ്റ്റെബിലിറ്റി ചെയ്യണം. ആക്ച്വലി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയെങ്കിൽ മാത്രമാണ് അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന ന്യൂട്രീഷ്യൻസ് ആണെങ്കിലും അല്ലെ ഇപ്പോ ഡയറ്റിൽ വേണ്ട ആവശ്യമായ ഫുഡ്സ് ആണെങ്കിലും നമുക്ക് വാങ്ങാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ അല്ലെ. നമ്മൾ ഡെയിലി ഇത്രയും അപ്പൊ ഡോക്ടർ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻ പറയുന്ന പോലെ എല്ലാം ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഇക്കണോമിക് ഒരു കണ്ടീഷൻ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് വേണം. വളരെയധികം എക്സ്പെൻസീവ് ആണ് നമുക്ക് ചെന്ന് വാങ്ങുമ്പോഴല്ലേ അല്ലെ അത്ര വേണം. അപ്പൊ അതും കൂടെ നോക്കണം, മൊത്തത്തിൽ നമ്മൾ നോക്കണം അല്ലെ. സാധാരണ അതല്ലേ മിഡിൽ ക്ലാസ് പേഷ്യന്റ് ശരിക്കും പറയുകയാണെങ്കിൽ ഡയറ്റ് ഒരിക്കലും ഫോളോ ചെയ്യാത്തതും ചെയ്യാൻ പറ്റാത്തതുമായ റീസൺ അതുകൊണ്ടാണ്. അവര് മിഡിൽ ക്ലാസ് ആണ്, അവർക്ക് അത്രയും എമൗണ്ട് ചെലവാക്കാനുള്ള നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അവർ ചിന്തിക്കുമ്പോ ഒരാൾക്ക് കഴിക്കേണ്ട ഫുഡിന്റെ പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെ മൊത്തത്തിൽ കഴിക്കാൻ പറ്റും, നോർമൽ ഫുഡ് തന്നെ കഴിക്കാൻ പറ്റും ആ എമൗണ്ട് ഉണ്ടെങ്കിൽ, അത്രയും ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് മിഡിൽ ക്ലാസ്സിൽ അധികം അത്യാവശ്യം നല്ല അസുഖങ്ങളാണെങ്കിലും അല്ലെ വരുന്നത്. ചില കേസിൽ അങ്ങനെ ഇല്ല അല്ലെ. നമ്മുടെ നാടൻ പണ്ട് എന്ന് പറയാൻ നമുക്ക് ഇത്രയും എക്സ്പെൻസീവ് ഫുഡ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല പണ്ടത്തെ കാലത്ത്. ഓൾറെഡി നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, നമുക്ക് അറിയാം ഏതൊക്കെ കാലറീസ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള ഫുഡ്സ് കഴിച്ചാലാണ് നമ്മുടെ ശരീരം നല്ലതെന്ന്. അന്നത്തെ കാലത്ത് ആ ഗ്രാൻഡ് പാരന്റ്സിനാണെങ്കിൽ അതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നോളജ് ഇല്ല അല്ലെ. നമുക്ക് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ തന്നെ ഇല്ല. നമ്മുടെ ചുറ്റുപാടും അന്ന് നോക്കുകയാണെങ്കിൽ കിട്ടുമായിരുന്നു. ഇപ്പോ ചീരയാണെങ്കിലും അതൊക്കെ ഫൈബേഴ്സ് ആണ് അല്ലെ. അല്ലാതെ നമുക്ക് ഒരുപാട് കൃഷി ചെയ്യാനും നമുക്ക് വെജീസ് ആണെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ പോലും ഫ്രൂട്ട്സും അന്ന് അധികം അറിയിച്ചില്ല. പക്ഷെ ഇന്ന് കുറെ ഡയറ്റ് വന്നപ്പോഴാണ് എല്ലാത്തിനും നമുക്ക് എന്താണ് വില കൂടാനും അല്ലെ ചാൻസ് കൂടിയത് അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും നമുക്ക് അവൈലബിൾ ആണ്, മീൻസ് ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. പണ്ടെന്നുള്ള സീസണലി ഫ്രൂട്ട്സ് ആയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല, എല്ലാ ഫ്രൂട്ട്സും അവൈലബിൾ ആണ്, നമുക്ക് കഴിക്കാനുള്ള അക്സെപ്റ്റബിൾ ആണ്. പക്ഷേ പറയുന്ന പോലെ ഫിനാൻഷ്യലി നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റാത്തത്. സോ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ചുള്ള എല്ലാ അവയർനെസ്സും തരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ കഴിക്കണം, നിങ്ങളുടെ ആ ഒരു ബോഡി കണ്ടീഷൻസ് വെച്ച് നിങ്ങൾ ഏതൊക്കെ ഫുഡ്സ് ആണ് കഴിക്കേണ്ടത്, ഏതൊക്കെ ഫുഡ്സ് കഴിക്കാൻ പാടില്ല, ഇതെല്ലാം അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ബോഡി വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പറയുന്ന ഒരു ചാർട്ട് അല്ലെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെ. നമ്മുടെ ഡയറ്ററി നീഡ്സ് നമുക്ക് ആവശ്യമായ ആ ഒരു കാലറീസ് ആണെങ്കിലും ന്യൂട്രീഷ്യൻസ് ആണെങ്കിലും വൈറ്റമിൻസ് ആണെങ്കിലും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം ഒരു ചാർട്ട്, സോ അത് ഫോളോ ചെയ്യുക. സോ ദാറ്റ് കൈൻഡ് ഓഫ് കൗൺസിലിംഗ് ആണ് ഈ ഡയറ്റ് കൗൺസിലിംഗിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇമാജിൻ ചെയ്യുന്നുണ്ടോ? മീൻസ് നമ്മൾ ഒരു ഡയറ്റീഷ്യനെ കാണുന്നു, നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു അല്ലെ, നമ്മൾ ഇമാജിൻ ചെയ്യുന്നുണ്ടല്ലേ. അങ്ങനെ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ടോപ്പിക് ഒരിക്കലും മറക്കില്ല. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് പോകും ഇന്നതാണ്, ഓക്കെ നമുക്ക് അറിയാം അല്ലെ. അതുപോലെ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെ എന്ത് സംഭവമാണ്, ആ പേഷ്യൻസിന് വേണ്ടി ചെയ്യുന്ന ഒരു കാറ്ററിംഗ് വർക്ക് ആണ്, അല്ലെങ്കിൽ അവർക്ക് ഫുഡ്സ് ബാലൻസ് ഡയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാറ്ററിംഗ് ഒരു ഏരിയ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ജസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. സോ ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാട്ടോ ഏറ്റവും ബെറ്റർ വേ ആണ്. പിന്നെ എക്സാമിന് പാസ്സാവണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കണം. ടെക്സ്റ്റിൽ ഓരോ ഈച്ച് ആൻഡ് എവറി സെന്റൻസ് ഓർ വേർഡ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. കാരണം ടെക്സ്റ്റ് വൈസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. ടെക്സ്റ്റ് വായിച്ചു പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റുമായിട്ട് കണക്റ്റഡ് ആയ അറ്റാച്ച്ഡ് ആയ ഒരാൾക്ക് 100% ഷുവർ ആണ് നമുക്ക് എക്സാമിന് പാസ്സാകുന്നത്. അപ്പോൾ ടെക്സ്റ്റുമായിട്ട് എപ്പോഴും ആ ഒരു കണക്ഷൻ വേണം, റിലേഷൻ വേണം, നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, ആ ഓരോ വേർഡ്സ് ആണെങ്കിലും ഓരോ സെന്റൻസ് ആയി നമ്മുടെ മൈൻഡിൽ വരണം. ഓക്കെ, അപ്പൊ എപ്പോഴും ടെക്സ്റ്റ് വായിച്ചുകൊണ്ടേ ഇരിക്കുക, വായിച്ചു നോക്കാം. അത് ഏത് ചാപ്റ്റർ ആണെങ്കിലും, എന്റെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏത് ടീച്ചേഴ്സിന്റെ ചാപ്റ്റർ ആണെങ്കിലും നമുക്ക് ഫുൾ ടൈം ഇത് വായിച്ചുകൊണ്ടേ ഇരിക്കും, നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ പഠിക്കേണ്ടത് ഇത്രയാണ്, മനസ്സിലാക്കി പഠിക്കും. പിന്നെ മെഡിക്കൽ ടേം ആണെങ്കിൽ മെഡിക്കൽ ടേമിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും അതിന്റെ മലയാളം മീനിങ് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ടേം ആണെങ്കിൽ മെഡിക്കൽ നെയിം ആണെങ്കിൽ അത് അതേപോലെ തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്, സോ മെഡിക്കൽ നെയിം അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, ബൈഹാർട്ട് ചെയ്ത് പഠിക്കും. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ഏതാണ്? കമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. ഓക്കെ, കമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ പോയിന്റ്സ് നോക്കാം. സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, അതായത് സ്റ്റാഫ് ക്യാൻറ്റീന്റെ പോലത്തെ ഒരു സർവീസ് ആണ്, ആ കൈൻഡ് ഓഫ് സർവീസ് ആണ് ഈ പറയുന്നത് കമേഴ്ഷ്യൽ
കാറ്ററിംഗിനും ഉള്ളത് കേട്ടോ. കൈൻഡ് ഓഫ് ഫോം തന്നെയാണ്, ആ ഒരു രൂപഘടന പോലെ തന്നെയാണ്, ആ സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ രൂപം പോലെ തന്നെയാണ് ഈ പറയുന്ന ഇതിന്റെ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. Then provision of meals, tea, snacks, cold drinks, etc. അതായത് അവർ കൊടുക്കുന്നതൊക്കെയാണ് പറയുന്ന മീൽസ്, ടീ, പറയുന്ന എല്ലാ ഫുഡ്സും അവിടെ അവൈലബിൾ ആണ്. ഈ പറയുന്ന കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ അവൈലബിൾ ആണ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് മീൻസ് വാണിജ്യം. കമേഴ്ഷ്യൽ എന്താണ്? വാണിജ്യം എന്നാണ് കേട്ടോ. വാണിജ്യം കാറ്ററിംഗ് എന്നാണ് കേട്ടോ. Then cheaper than cost run by private parties. പ്രൈവറ്റ് കാറ്ററിംഗിനെ അപേക്ഷിച്ച് പ്രൈവറ്റ് പാർട്ടീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി കോസ്റ്റ് അല്ലെങ്കിൽ റേറ്റ് കുറച്ചുകൂടി കുറവായിരിക്കും, ചീപ്പായിരിക്കും. Then administration can control the quality of food service. അപ്പോൾ അഡ്മിനിസ്ട്രേഷന് അവരുടെ ക്വാളിറ്റി അല്ലെ, ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. Then service can be given to staff, attendants, visitors. പിന്നെ സ്റ്റാഫ് ഇപ്പോ പറയുന്ന അവരുടെ സ്റ്റാഫ്സിനോ അറ്റൻഡൻസിനോ വിസിറ്റേഴ്സിനോ അവർക്ക് സർവീസ് നൽകാൻ പറ്റും, നൽകാവുന്നതാണ്. ക്യാൻ ബി ഗിവൺ, നൽകാവുന്നതാണ്. അത്രയൊക്കെയാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിനെ കുറിച്ച് പറയുന്നത്. ഓരോ പോയിന്റ്സും നന്നായിട്ട് വായിക്കുക. ഓക്കെ. അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻസ് വരാം. ക്ലിയർ ആയാലും അപ്പൊ എന്താണ് കമേഴ്ഷ്യൽ കാറ്ററിംഗ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. Just like it's a form like a staff canteen, and it's a service. Okay, it's a service like a form of staff canteen, and it's provides meals, tea, snacks, cold drinks, etc. And it's cheaper than the it's a cost. It's cost of cheaper than private parties, and the administration can control the qualities of food service. Food service quality അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. Then സർവീസ് നമുക്ക് സ്റ്റാഫിന് അറ്റൻഡൻസിന് വിസിറ്റേഴ്സിന് നൽകാവുന്നതാണ്, അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ. ഓക്കെ. Then hospital can have mobile vending machines in certain locations like OPD, casualty, block, etc. അതായത് ഇപ്പോ പറയുന്ന നമുക്ക് ചില ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല, നമുക്ക് ക്യാൻറ്റീനിൽ തന്നെ അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ തന്നെ പോയി ഫുഡ് കഴിക്കേണ്ട ആവശ്യം ചില സപ്പോസ് ഹോസ്പിറ്റൽസിലൊന്നും വരാറില്ല. ചില ഈ പറയുന്ന ചില ലൊക്കേഷൻസിൽ ഹോസ്പിറ്റലിൽ ചില ലൊക്കേഷൻസിൽ അവർ ചെറിയൊരു മൊബൈൽ ഒരു കാറ്ററിംഗ് ആയിട്ട് ഒരു ക്യാൻറ്റീൻ അല്ലെ കൊണ്ടു നടക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ എവിടെയാ പോയപ്പോഴാണെന്നറിയോ, എൽ എഫിൽ പോയപ്പോ അങ്ങനെ അങ്ങനത്തെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. നമ്മള് ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോയാലും അവിടെ ചായ ആണെങ്കിൽ അതൊക്കെ സ്നാക്സ് ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്യാൻറ്റീനിൽ തന്നെ പോകുന്നില്ല. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൊബൈൽ കാറ്ററിംഗ് ക്യാൻറ്റീൻ സെന്റേഴ്സ് അവിടെ അവൈലബിൾ. സോ ആ ലൊക്കേഷൻസ് ഓക്കെ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ട് കേട്ടോ, ശരിയാണ്. Then education, training and research. ഇതും പറയുന്ന ഡയറ്റീഷ്യൻസിന്റെ കൊണ്ടുതരും, ഈ റൂമിൽ കൊണ്ടുതരും, ശരിയാണ്. അപ്പൊ അത് ഇൻപേഷ്യൻസ് ആണെങ്കിലും റൂമിൽ കൊണ്ടുതരും. പക്ഷെ നമ്മൾ ഔട്ട് പേഷ്യൻസ് ആണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് നമ്മൾ ആ ഇരിക്കുന്ന വിസിറ്റേഴ്സ് റൂമിലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് ഏരിയയിലൊക്കെ അവർ വരും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റും. ടീ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും വാങ്ങാൻ പറ്റും. ഓക്കെ. Then next dietitiansന്റെ ഒരു റോളാണ് education, training and research. Hospital staff such as nurses, nursing aides, residents, technicians, cook, etc. could be educated concerning type of foods, balanced diet ആണ് ഉദ്ദേശിക്കുന്നുണ്ടോ, balanced diet, caloric value, etc. The department can have in-service technical programs for the staff. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ സ്റ്റാഫ്സിന് ഫുഡ്സുമായിട്ട് അല്ലെങ്കിൽ ബാലൻസ് ഡയറ്റ് അല്ലെങ്കിൽ ഫുഡ്സിന്റെയും കാലറീസിന്റെയും അതിനെ കുറിച്ച് അല്ലെ ഡയറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നോളജ് നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും അല്ലെ. ഈ ഡയറ്റീഷ്യൻസിന് ട്രെയിൻ ചെയ്യാവുന്നതാണ്. അപ്പോ അവർക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിലും അതിനെ കുറിച്ച് എഡ്യൂക്കേഷൻ ആണെങ്കിലും ട്രെയിനിങ്സ് ആണെങ്കിലും നമുക്ക് ഈ പറയുന്ന സ്റ്റാഫ്സിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിനെ കുറിച്ചാണ്, അത്രയാണ് അതിനെ കുറിച്ചാണ്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദ സ്റ്റാഫ്. അതായത് ഈ പറയുന്ന സ്റ്റാഫ്സിന് അവർ ടീച്ചിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോ ഇത്രയും റോളാണ് ഈ പറയുന്ന ഡയറ്റീഷ്യൻസിനുള്ളത്. ഏതൊക്കെ റോൾസ് ആണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഞാൻ പറയുമ്പോൾ നമുക്ക് പോയിന്റ്സ് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ആലോചിക്കട്ടോ. അപ്പോ വൺ ഓഫ് ദ റോൾ ഈസ് ഇൻപേഷ്യന്റ് അല്ലെ, ഡയറ്റീഷ്യൻസിന്റെ വൺ ഓഫ് ദ റോൾ എന്ന് പറയുന്നത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി പേഷ്യൻസിന് ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കാറ്ററിംഗ് സർവീസ് ആണ് അല്ലെ.
Then diet counseling, അവർക്ക് ഡയറ്റ് അറിയാം. ഔട്ട് പേഷ്യൻസിന് ഡയറ്റ് കൗൺസിലിംഗ് ചെയ്യുന്ന ആ ഒരു റോളും പറയുന്ന ഡയറ്റീഷ്യൻസ് ഉള്ളതാണ്. Then commercial സർവീസ് അല്ലെങ്കിൽ commercial caterings. Commercial cateringsലും ഈ പറയുന്ന പോലെ അവർക്കും അല്ലെ കമേഴ്ഷ്യൽ ആണെങ്കിലും വാണിജ്യമാണെങ്കിലും പുറത്താണെങ്കിലും ഈ ഡയറ്റ് കാര്യങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറയുന്ന ഡയറ്റീഷ്യൻ തന്നെയാണ്. അത് വേറെ ആരും അത് പറഞ്ഞു കൊടുക്കില്ലല്ലോ. So അതും so one of their role. And the last one is education, training and research. അപ്പോൾ ഈ പറയുന്ന സ്റ്റാഫ്സ് ഹോസ്പിറ്റൽ ഫീൽഡുമായി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഗേജ് ചെയ്യുന്ന സ്റ്റാഫ്സിന് ഈ ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാനും അവർക്ക് ട്രെയിൻ ചെയ്യാനും അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആണെങ്കിലും പറയുന്ന ഡയറ്റീഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു കടമ കൂടിയുണ്ട്, ചെയ്യേണ്ടതാണ്. ആ റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഡയറ്റീഷ്യൻസിന്റെ റോൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണ്. ഓക്കെ, the functions എന്തൊക്കെയാണ് നോക്കാം. Organized preventive maintenance programs for the equipment. അതായത് നിങ്ങളിപ്പോ അത് മീനിങ് പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നും അല്ലല്ലോ. അതായത് ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള മെഷീൻസ് എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് വരാണെങ്കിൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യുക. ആ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക, അത്രേ ഉള്ളൂ. ആ ഒരു എക്യുപ്മെന്റ്സിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസിനായിട്ടുള്ള പ്രിവെൻഷൻ ആണ്. അതും ജസ്റ്റ് കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ആണ് കേട്ടോ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കൺസിസ്റ്റന്റ് കോസ്റ്റ്. അതായത് നല്ല ഫുഡ് അല്ലെ, നമുക്ക് അത്രയും സ്റ്റാൻഡേർഡ് ഫുഡ്സ് നമുക്കത് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് അല്ലെ. സോ അതും ഈ പറയുന്ന ഇതിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അതായത് കൺസിസ്റ്റന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, കൺസിസ്റ്റന്റ് എന്നാണ് ഉൾക്കൊള്ളുക അല്ലെ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്റില് നല്ല ബെസ്റ്റ് ഫുഡ് സപ്ലൈ ചെയ്യും. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ ബൈ ടു സ്പെസിഫിക്കേഷൻ, receive supplies, check their quantity and quality stock. അതായത് നമുക്ക് ഇപ്പോ പറയുന്ന പോലെ സപ്ലൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്പെസിഫിക്കേഷൻസ് മീൻസ് എന്തെങ്കിലും സ്പെസിഫൈ ചെയ്യാം. അതായത് സ്പെസിഫൈ ചെയ്യാന്ന് പറയുമ്പോ എന്താ, എന്തെങ്കിലും പെർട്ടിക്കുലറൈസ് ചെയ്ത് ഓരോ സ്പെസിഫൈ ചെയ്യില്ലേ, പോയിന്റ് ഔട്ട് ചെയ്ത് സ്പെസിഫൈ ചെയ്യുക. അതിന് മലയാളം മൊത്തം മലയാളം ചിലപ്പോ എനിക്ക് പെട്ടെന്ന് കിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇംഗ്ലീഷ് പിന്നെയും പിടിച്ച് നിൽക്കും. പോയിന്റ് ഔട്ട് ചെയ്യുക അല്ലെ, സ്പെസിഫൈ ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. സോ അങ്ങനെ എനിക്ക് അപ്പോ അങ്ങനെ ആ ഒരു മീനിങ്ങിലാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റിസീവ് സപ്ലൈസ്, ചെക്ക് ദിയർ ക്വാളിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോക്സ്. അതായത് ബൈ ചെയ്യുക അല്ലെ, സ്പെസിഫിക്കേഷൻ ആണെങ്കിൽ പോയിന്റ് ഔട്ട് ചെയ്ത് സ്പെസിഫൈ ചെയ്തുള്ള അതും പിന്നെ സപ്ലൈസ് തരത്തിലുള്ള ഈ പറയുന്ന എന്താണ് സാധനങ്ങൾ അല്ലെ, സപ്ലൈ വാങ്ങുക, എന്തെങ്കിലും തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുക, അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ചെക്ക് ചെയ്യുക, തരത്തിലുള്ള പരിശോധിക്കുക അല്ലെ. ഇതെല്ലാം ചെയ്യേണ്ടതും ഒരു ഫങ്ഷൻസ് ആണ്. ഒരു സ്പെസിഫൈ ചെയ്ത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുക അല്ലെ, സ്പെസിഫൈ ചെയ്ത് പ്രൊഡക്റ്റ് റിസീവ് ചെയ്യുക, പ്രൊഡക്റ്റ് വാങ്ങുക, അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഈ പറയുന്നതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, ഡയറ്റീഷ്യൻസിന്റെ ഫങ്ഷൻസ്. ഓക്കെ, ഡയറ്റീഷ്യൻസ് അല്ല, ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസ്. ഓക്കെ, and the fourth one, make portion assembles and distributed food. അതായത് ഫുഡ് സപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് പോർഷൻസ് ആണോ അല്ലെ, ഭക്ഷണം ഉണ്ടാക്കുക, മേക്ക് ചെയ്യുക അല്ലെ, ഭക്ഷണം ഉണ്ടാക്കുക, അതിന്റെ പോർഷൻ മീൻസ് കറക്റ്റ് പോർഷൻ ആണോ നോക്കാം അല്ലെ. ഓരോരുത്തർക്കും കറക്റ്റ് ഓവർ ആയിട്ടുള്ള കറക്റ്റ് ഈക്വലി പോർഷൻസ് ആണോ നോക്കുക. അതിന് അസംബിൾ ചെയ്യുക. അസംബിൾ മീൻസ് എന്താ, കൂട്ടിച്ചേർക്കുക, അതിന്റെ പങ്കുവയ്ക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പങ്കുവയ്ക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന സർവീസ് ആണ്. ഓക്കെ, then development of recipes ആണ് കേട്ടോ. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നമ്മുടെ ടെക്സ്റ്റിൽ വന്നിട്ടുണ്ട്. സപ്പോസ് ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, ടൈപ്പിംഗ് മിസ്റ്റേക്സ് ആണ്. സോ അത് ഇഗ്നോർ ചെയ്യുക, നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ ഇത് റെസിപ്പീസ് ആണ് കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അതായത് പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ചിട്ട് അല്ലെ, പേഷ്യൻസിന് ആവശ്യമായ ന്യൂട്രീഷൻസിന്റെ നീഡ്സ് ആവശ്യമായതിനെ അനുസരിച്ചിട്ട്. ടെക്സ്റ്റിൽ കറക്റ്റാണോ? വെരി ഗുഡ്. അപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ പ്രിന്റിന്റെ പ്രശ്നമാണ്. സ്കിനൊന്നുമില്ല, കുഴപ്പമില്ല കേട്ടോ. ഞങ്ങളുടെ പ്രിന്റിംഗ് ആണ് കേട്ടോ, കുഴപ്പമില്ല.
അപ്പോ പേഷ്യൻസിന്റെ നീഡ്സ് ന്യൂട്രീഷൻ നീഡ്സുമായി ബന്ധപ്പെടുത്തില്ല അത് അക്കോർഡ് ചെയ്തിട്ട് നമുക്ക് റെസിപ്പീസ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതും ഒരു ഫംഗ്ഷൻ ആണ്. എനിക്ക് തെറ്റാണ് ആണോ? ചില ടെക്സ്റ്റിലായിരിക്കും മേ ബി, എനിക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട്. മിസ്റ്റേക്സ് ഉള്ള ടെക്സ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കൂട്ടോ. ഓക്കെ, അറിയാലോ നമുക്ക് മിസ്റ്റേക്സ് വരാൻ എല്ലാ മനുഷ്യന്മാരാണല്ലോ, ഒരു ടൈപ്പ് ചെയ്യുന്നത് മനുഷ്യന്മാർ തന്നെയാണല്ലോ. സോ പെട്ടെന്ന് പറ്റിയതൊക്കെ ആയിരിക്കാം മേ ബി. സോ ഇഗ്നോർ ചെയ്യാട്ടോ, മാക്സിമം ഇഗ്നോർ ചെയ്യുക, കറക്റ്റ് ചെയ്യാട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച്, പേഷ്യൻസിന്റെ നീഡ്സിനനുസരിച്ചിട്ട് പാചകക്കുറിപ്പുകൾ റെസിപ്പീസ് വികസിപ്പിക്കേണ്ടതാണ്, ഡെവലപ്പ് ചെയ്യേണ്ടതാണ്, അത്രയേ ഉള്ളൂ. Then to instruct about how diet plays an important role in the treatment of various diseases. ഇപ്പോ ഇൻസ്ട്രക്ട് ചെയ്യുക മീൻസ് പഠിപ്പിക്കുക അല്ലെ. സോ എന്താണ് about how diet plays അല്ലെ. ഇപ്പോ ഡയറ്റ് നമ്മൾ ഓരോ അസുഖത്തിനും അല്ലെ പല ടൈപ്സ് ഓഫ് അസുഖങ്ങളുള്ള ഡിസീസസ് ഉണ്ട്. സോ അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആ ഡയറ്റ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ആ ഡയറ്റ് അവർ ഫോളോ ചെയ്യുമ്പോൾ പേഷ്യൻസിന് എന്തൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്, ആ ഡയറ്റ് ആ ട്രീറ്റ്മെന്റില് ഏതൊക്കെ തരത്തിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെ, ഇമ്പോർട്ടന്റ് റോള് ആ ഡയറ്റിന് ആ ട്രീറ്റ്മെന്റിൽ വരുന്നത്, അല്ലെങ്കിൽ ആ ഡിസീസിന് ഒരു ഇമ്പോർട്ടന്റ് റോള് ആ ഡയറ്റില് വരുന്നത് എന്താണ്, അതിനെ കുറിച്ച് പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക. ഓക്കെ, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേസ്, ഡയറ്റ് എങ്ങനെയാണ് ആ ട്രീറ്റ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആകുന്നത്, ഇമ്പോർട്ടന്റ് റോൾ ആകുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പഠിക്കുക അല്ലെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഡയറ്ററി സർവീസ്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അസുഖം വരുമ്പോൾ ഒരു ഡയറ്റ് തരുന്നു, ആ ഡയറ്റ് കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ മാറുന്നുണ്ട്. അസുഖങ്ങൾ മാറുന്നുണ്ടെങ്കിൽ മാറും ഷുവർ ആണ്. സോ അതെന്തുകൊണ്ട് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയി, ഡയറ്റ് ഇമ്പോർട്ടന്റ് ആയി എന്ന് ജസ്റ്റ് ഒന്ന് അറിയാം, അത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പഠിപ്പിക്കുക, ഇൻസ്ട്രക്ട് ചെയ്യുക. Okay, and the next one, to follow the everyday diet pattern of patients to meet their needs towards various disease conditions. അത് ഫോളോ ചെയ്യുക അല്ലെ. ഇപ്പൊ ഈ പറയുന്ന അവർക്ക് ഡയറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവര് അല്ലെ ഡയറ്റ് പാറ്റേൺസ് ഡിഫറെന്റ് പേഷ്യൻസിന്, ഓരോ പേഷ്യൻസിനും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡയറ്റ് ചാർട്ട് ആയിരിക്കും. അത് അവരുടെ ഡിസീസുമായി റിലേറ്റ് ചെയ്തല്ല, അവരുടെ നീഡ്സ് എന്താണ്, കണ്ടീഷൻ. ഓരോ കണ്ടീഷൻസ്, ഡിസീസിന്റെ കണ്ടീഷൻസ് മാറുന്തോറും അവർക്ക് ഡയറ്റ് മാറിക്കൊണ്ടിരിക്കും അല്ലെ. സോ അവർ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക, ടു ഫോളോ ദി എവറിഡേ ഡയറ്റ് പാറ്റേൺ. എവറിഡേ നമ്മൾ ഡെയിലി ഫോളോ ചെയ്തിരിക്കുക. കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച് നമ്മൾ ഡയറ്റ് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ടു ഫോളോ ദം everyday. Okay, is one of the functions of dietary service. And the next one is the everyday function of the dietary department is to prepare meals and snacks for patients who are admitted to the hospital. These meals are prepared by strict guidelines of the physician's written orders. അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്, എവറി ഫങ്ഷൻസ് എന്ന് പറയുന്നത് മീൽസ് പ്രിപ്പയർ ചെയ്യുക, അതുപോലെ തന്നെ അവർക്ക് സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുക. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിന് മീൽസ് ആണെങ്കിലും മീൽസ് പ്രിപ്പയർ ചെയ്യുന്നതും അവർക്ക് സ്നാക്സ് പ്രൊവൈഡ് ചെയ്യുന്നതും, മീൽസ് ആയിക്കോട്ടെ സ്നാക്സ് ആയിക്കോട്ടെ പ്രിപ്പയർ ചെയ്യുന്നത് ഈ പറയുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതൊരു എവറിഡേ അവർക്ക് ഫംഗ്ഷൻ ആണ്, ഡെയിലി നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. Then these meals are prepared by strict guidelines of the physician's written order. അതായത് നമ്മുടെ ഫിസിഷ്യൻസിന്റെ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസിന്റെ സ്ട്രിക്ട്ലി ഗൈഡ്ലൈൻസ് അല്ല, അവരുടെ ആ ഒരു ഗൈഡൻസ് വഴിയാണ് നമ്മൾ ആ ഒരു മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം ഓരോ രോഗിക്കും പലതരത്തിലുള്ള കണ്ടീഷൻസ് ആണ്. സോ ആ ചില കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് അവർ ഡോക്ടേഴ്സ് പറയുന്ന പോലെയാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെ. ചിലപ്പോൾ അധികം സോഡിയത്തിന്റെ അളവ് കൂടിയവരാണെങ്കിലും കുറഞ്ഞവരാണെങ്കിലും ഇത്രയും വേണ്ട, അല്ലെങ്കിൽ സ്പൈസി വേണ്ട, ഇത്രയും വെജീസ് ആഡ് ചെയ്യണം അല്ലെ, ഇത്രയും കാലറീസ് വേണ്ട, കാർബ്സ് കുറയ്ക്കണം. എല്ലാ കണ്ടീഷൻസും അല്ലെങ്കിൽ ഗൈഡൻസും ഈ പറയുന്ന ഫിസിഷ്യൻസ് അവർ കൊടുത്തിട്ടുണ്ട്, റിട്ടൺ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. സോ അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അവർക്ക് മീൽസ് ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്ന അഡ്മിറ്റഡ് ആയ പേഷ്യൻസിനാണ് കേട്ടോ. Then arrange and carry out the patient's therapy, education and counseling.
അറേഞ്ച് ചെയ്യുക. പേഷ്യൻസിന് തെറാപ്പി ആണെങ്കിലും എഡ്യൂക്കേഷൻസ് ആണെങ്കിലും കൗൺസിലിംഗ് ആണെങ്കിലും ഇതെല്ലാം അറേഞ്ച് ചെയ്യണം, അത് ക്യാരി ഔട്ട് അത് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന സർവീസ് തന്നെയാണ് കേട്ടോ. ആൻഡ് ട്രെയിൻ ഡയറ്റിക്സ് ഇന്റേൺ, അതായത് ഈ പറയുന്ന സർവീസ് ട്രെയിൻ ചെയ്യുക അല്ലെ. ഇപ്പോ ഡയറ്റിക് ഇന്റേൺസ് മീൻസ് ട്രെയിൻ ഡയറ്റിക് ഇന്റേൺസ്, അതായത് ഡയറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ട്രെയിൻ ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് ട്രെയിൻ ചെയ്യേണ്ടത് ഈ പറയുന്ന ഒരു സർവീസ് തന്നെയാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, just wait a second. ഓക്കെ, അപ്പോ ഈ പറയുന്ന അവരെ ട്രെയിൻ ചെയ്യാറ് ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ ഹോസ്പിറ്റൽ സ്റ്റാഫിനാണെങ്കിലും ഈ പറയുന്ന പ്രൊഫഷണൽസിനാണെങ്കിലും ഇതെല്ലാം ഹോസ്പിറ്റൽസ് ആണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ക്ലിനിക്കിലാണെങ്കിലും ട്രെയിൻ ചെയ്യും. Then give direction to nurses, medical and dental students about principles of nutrition and diet therapy. Direction അവർക്ക് ഡയറക്ഷൻസ് കൊടുക്കും, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. ആർക്കാണ്? നഴ്സസിനും പറയുന്ന മെഡിക്കൽ ആൻഡ് ഡെന്റൽ സ്റ്റുഡൻസിനും അതിന്റെ ന്യൂട്രീഷ്യൻസ്, അതായത് ന്യൂട്രീഷൻ പ്രിൻസിപ്പൽസിനെ കുറിച്ചും ഡയറ്റ് തെറാപ്പിയെ കുറിച്ചും ഡയറക്ഷൻസ് കൊടുക്കുക. And collaborate with the medical staffs in arranging, preparing and serving experimental metabolic research diet. അതായത് മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക അല്ലെ. കൊളാബറേറ്റ് ചെയ്യുക മീൻസ് ഇവരുമായിട്ട് കണക്ട് ചെയ്ത് യോജിച്ച് ഈ പറയുന്ന സ്റ്റാഫുമായി മെഡിക്കൽ സ്റ്റാഫുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, സെർവ് ചെയ്യുക. എന്താണ് മെറ്റാബോളിക് റിസർച്ച് ഡയറ്റ്. മെറ്റാബോളിക്കുമായി ബന്ധപ്പെട്ട ഡയറ്റ്സ് അവർക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതും അറേഞ്ച് ചെയ്യേണ്ടതും സെർവ് ചെയ്യേണ്ടതും പറയുന്ന മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഡയറ്ററി സർവീസ് ആണ്. മെറ്റാബോളിക് റിസർച്ച് എന്താണ്? നമ്മുടെ മെറ്റാബോളിസം അല്ലെ, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഡൈജഷൻ കുറച്ചുകൂടി സിമ്പിൾ ആക്കുന്ന നമ്മുടെ മെറ്റാബോളിക് അല്ലെ, മെറ്റാബോളിസം ആണ്. സോ ആ കൈൻഡ് ഓഫ് റിസർച്ച് ആണ് കേട്ടോ. ഓരോരുത്തരുടെയും മെറ്റാബോളിസം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ ഡൈജസ്റ്റീവ് ലെവൽ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നവരുണ്ട്, സ്ലോലി ഡൈജസ്റ്റ് ആവുന്നവരുണ്ട്. സോ അതെല്ലാം ഈ മെറ്റാബോളിക്കിനെ ബേസ് ചെയ്തിരിക്കും കേട്ടോ. സോ ആ കൈൻഡ് ഓഫ് റിസർച്ച് ആണ് ഈ മെറ്റാബോളിക് റിസർച്ച് എന്ന് പറയുന്നത് കേട്ടോ. Then to keep good nutritional status of all patients, establish standards for arranging menus, preparing surveys, food and managing meals. അതായത് ഒരു ന്യൂട്രീഷൻ സ്റ്റാറ്റസ് എല്ലാ പേഷ്യൻസിനും ഒരു നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ മെനൂസ് ആണെങ്കിലും അവർ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ്സ് ആണെങ്കിലും സർവിങ് ആണെങ്കിലും എല്ലാം മാനേജ് ചെയ്യേണ്ടതും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ എന്നെല്ലാരും നോക്കേണ്ടതും പറയുന്ന അത് കീപ്പ് ചെയ്യേണ്ടതും ഈ പറയുന്ന സർവീസിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ഫങ്ഷൻസ് എല്ലാം ക്ലിയർ ആയോ? ക്ലിയർ? വായിച്ചു നോക്കാം കേട്ടോ, നന്നായിട്ട് വായിച്ചു നോക്കണേ, ഇപ്പൊ മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഇത്രയും പോർഷൻസും കൂടി ഉള്ളൂ, അതുപോലെ തന്നെ കംപ്ലീറ്റ് ആകും. സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. Then problem situations, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യേണ്ടത്? ഈ പറയുന്ന സർവീസ് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യേണ്ടത്? Dispute between full service staff and nursing staff. ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഡിസ്പ്യൂട്ട് എന്നുള്ള തർക്കമാണ് കേട്ടോ. ഈ ഫുൾ സർവീസ് സ്റ്റാഫായിട്ട് നഴ്സിംഗ് സ്റ്റാഫായിട്ട് ചിലപ്പോൾ സംടൈംസ് അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. And the complaints against the department with regards to the quality of food. എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. ക്വാളിറ്റി ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻസ് വരാൻ ചാൻസ് ഉണ്ട് ഡിപ്പാർട്ട്മെന്റിന്. ആൻഡ് ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നിസ്സാരമായ ഒരു മോഷണം എന്ന് പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള റോബറിയോ മോഷണങ്ങളോ നടക്കാൻ ചാൻസ് ഉണ്ട്.
അതൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് സിറ്റുവേഷൻസ്. Then big frauds can occur in material management department. പറയുന്ന മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡ്സ് സംഭവിക്കാനും ഫ്രോഡ് പണികൾ സംഭവിക്കാനും സാധ്യതയുണ്ട്. Disposal of waste garbage. വേസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പോസിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡയറക്ടറി സർവീസ് ഫേസ് ചെയ്യേണ്ടതും ഫേസ് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിരുന്നോ? ഓക്കെ ആണല്ലോ? അടുത്ത പോർഷനിലേക്ക് പോയിക്കോട്ടെ. ടൈം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണ്? യെസ്, ഓക്കെ. കൂടുതലാണ്? ഓക്കെ ഓക്കെ, ക്ലിയർ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, then policies and procedures that can be applied in dietary. അതായത് അവരുടെ പോളിസീസ്, ഡയറ്ററിയുടെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് കേട്ടോ അത് പറയുന്ന. എന്താണ് ഭക്ഷണക്രമത്തില് അല്ലെ അപ്ലൈഡ് ഇൻ ഡയറ്ററി, ഭക്ഷണക്രമത്തില് പ്രയോഗിക്കാവുന്ന നടപടികളും അല്ലെങ്കിൽ നടപടിക്രമങ്ങളും നയങ്ങളുമാണ് അത് പറയുന്നത്. ഇതൊക്കെയാണ്. Dietitian is liable for the quality and quantity of food items. ഈ പറയുന്ന ഫുഡിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ അളവിലാണ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഫുഡ് ഐറ്റംസിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഡയറ്റീഷ്യൻസ് ഉത്തരവാദിയാണ്. ലയബിൾ മീൻസ് ഉത്തരവാദി എന്നാണ് കേട്ടോ, ഉത്തരവാദികളാണ്. അപ്പൊ ഇത് എന്താണ് പറയുന്ന അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഈ ഡയറ്ററി സർവീസിൽ. Okay, and the powers of emergency purchases should be given to the officers in charge. ഇപ്പോ പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഉള്ള പർച്ചേസ് അല്ലെ, എന്തെങ്കിലും എമർജൻസി ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ ആ പർച്ചേസ് നടത്തേണ്ടത് ഈ പറയുന്ന അവിടെ ഇൻചാർജ് ചെയ്ത ഓഫീസേഴ്സ് ആണ്. ആ ഓഫീസേഴ്സിന്റെ ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ചുമതലയാണ്. എന്തെങ്കിലും എമർജൻസി ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വന്നാൽ അവരാണ് അത് ചെയ്യേണ്ടത്. അവിടെ ആ ഒരു ടൈമില് ഇൻചാർജ് ചെയ്ത ഓഫീസേഴ്സ് ആണ് അത് ചെയ്യേണ്ടത്. And a team consisting of 3 to 4 members should inspect the food items received. ഇപ്പോ ഒരു 3-4 അടങ്ങുന്ന ഒരു സംഘം, അതായത് ഒരു ടീം അല്ലെ, ഒരു മെമ്പേഴ്സ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് അല്ലെ, ഫുഡ് ഐറ്റംസ് റിസീവ്ഡ്, കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. ഇൻസ്പെക്ട് ചെയ്യണം, പരിശോധിക്കേണ്ടതാണ് അല്ലെ, പരിശോധിക്കണം. ഇതും പറയുന്ന ഒരു റൂൾസ് ആണ് കേട്ടോ. ആൻഡ് എവറിത്തിങ് ഷുഡ് ബി കറക്റ്റ്ലി മെയിൻറ്റെയിൻഡ് ആൻഡ് ക്ലീൻഡ്. എല്ലാം നല്ല രീതിയിൽ അല്ലെ, എവറിത്തിങ് ഷുഡ് എല്ലാം നല്ല രീതിയിൽ കറക്റ്റ് ആയിരിക്കണം, മെയിൻറ്റെയിൻഡ് ആയിരിക്കണം, ക്ലീൻഡ് ആയിരിക്കണം. Proper sanitation and cleanliness that includes rodent control measures should be noticed. അതായത് ഇതുപോലെ സെയിം തന്നെ നന്നായിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ അത് ക്ലീൻ ആക്കുകയും വേണം. പിന്നെന്താണ് സാനിറ്റൈസ് ചെയ്യുക അല്ലെ, സാനിറ്റൈസ് മീൻസ് നമ്മുടെ അണുവിമുക്തമാക്കുകയും വേണം. ഇതെല്ലാം കൃത്യമായി പാലിക്കേണ്ടതാണ്. ഓക്കെ, ഈ പറയുന്ന ആ ഒരു സർവീസിന്റെ ഒരു ഡ്യൂട്ടിയും കൂടിയാണ് കേട്ടോ. എല്ലാം ക്ലീൻ ആയിരിക്കണം, സാനിറ്റൈസ് ചെയ്യണം. ഇതെല്ലാം ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. One of the rules and regulations of the dietary service. And rodent control measures means rodent എന്താണ്, എലിയാണ് കേട്ടോ. എലികളുടെ ശരീരം കൺട്രോൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം നമുക്കറിയാം ഉച്ചകളാണെങ്കിലും അല്ലെ ഫുഡ് മെയിൻലി വരുന്ന ഒരാളാണ് എലി എന്ന് പറയുന്നത്. അപ്പൊ എലിയെ കൺട്രോൾ ചെയ്യേണ്ടത് പറയുന്ന ആ റൂള് വരുന്നതാണ് കേട്ടോ. അപ്പൊ റോഡൻസ് എന്താണ്, എലിയാണ് കേട്ടോ. Next rule, supervisory staff should be ready in the patient's kitchen throughout all working hours, and the work schedule should be arranged properly. അതായത് ആ സ്റ്റാഫ്, സൂപ്പർവൈസറി സ്റ്റാഫ് എപ്പോഴും കിച്ചണിൽ എന്താണ് ത്രൂഔട്ട് ദ വർക്കിംഗ് അവേഴ്സ്, ആ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു സർവീസ് ഫുഡ് മേക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ത്രൂഔട്ട് ആ വർക്കിംഗ് അവേഴ്സിൽ പേഷ്യൻസിന്റെ കിച്ചണിൽ ഈ പറയുന്ന സൂപ്പർവൈസറി സ്റ്റാഫ് ഉണ്ടായിരിക്കണം. And the work schedule should be arranged properly. അതുപോലെ തന്നെ ആ വർക്ക് സ്കെഡ്യൂൾ ചെയ്യേണ്ടതും അറേഞ്ച് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യേണ്ടത് ഈ പറയുന്നത് supervisory staff ആണ്. The ward should be visited by dietitian every day. വാർഡ് ഡയറ്റീഷ്യൻ എപ്പോഴും അല്ലെങ്കിൽ എല്ലാ ദിവസവും എവറി ഡേ ആ വാർഡ് വിസിറ്റ് ചെയ്യണം.
then service timing should be determined. Service സർവീസ് സമയം നിശ്ചയിക്കേണ്ടതാണ്. ഒരു ടൈമിങ് ഏതൊരു സർവീസ് ആണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഉണ്ടല്ലോ. സോ ആ ടൈമിന്റെ ടൈമും നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം മീൻസ് തീരുമാനിക്കാൻ, നിശ്ചയിക്കാം. അതിന്റെ മീനിങ് വരെ തീരുമാനിക്കുക, നിശ്ചയിക്കുക. Nurses should examine the oversee the distribution of meals in the ward. അപ്പൊ വാർഡുകളിലെ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ എന്തോ എന്നോടാണോ? ഓക്കെ. അപ്പൊ വാർഡുകളിലെ ഭക്ഷണ വിതരണം, ആ വാർഡുകളിലെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. മീൽസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഈ നഴ്സസ് അത് പരിശോധിക്കേണ്ടതാണ് അല്ലെ, നോക്കുകയും മേൽനോട്ടം വഹിക്കുകയും. ഓപ്പോസി മീൻസ് മേൽനോട്ടം വഹിക്കുക. അപ്പൊ മേൽനോട്ടം വഹിക്കുകയും അത് എക്സാമിൻ ചെയ്യുക. എക്സാമിൻ മീൻസ് പരിശോധിക്കുകയും നഴ്സസ് ആണ്. ഓക്കെ, നഴ്സസ് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? റെഗുലേഷൻ മനസ്സിലായോ? അപ്പൊ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്? ഫുഡിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അല്ലെ ചെക്ക് ചെയ്യേണ്ടതും അത് ഉറപ്പ് വരുത്തേണ്ടതും ഈ പറയുന്ന ഡയറ്റീഷ്യന്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എമർജൻസി പർച്ചേസ് വരികയാണെങ്കിൽ അല്ലെ, എന്തെങ്കിലും സാധനങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരും, അതാണ് എമർജൻസി പർച്ചേസ്. അങ്ങനെ വരികയാണെങ്കിൽ അവിടുത്തെ ഇൻചാർജ് ചെയ്ത ഓഫീസറാണ്, ആ ഓഫീസറാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 3-4 മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു ടീം അല്ലെ, ടീം ഫുഡ് കിട്ടുന്ന ഫുഡ് അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ടീം ഇൻസ്പെക്ട് ചെയ്യാൻ, അത് പരിശോധിക്കാൻ ഒരു ടീം ഉണ്ട്. സോ ആ ഒരു 3-4 മെമ്പേഴ്സ് ആണ് ടീമിൽ ഉണ്ടാകുക, ഇതിലൂടെ അറിയിക്കാം. സോ ആ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്യണം? അവർക്ക് അത് റിസീവ് ചെയ്യുന്ന അല്ലെ, കൊടുക്കാൻ കൊണ്ടുപോകുന്ന ഭക്ഷണം തയ്യാറായി കഴിഞ്ഞു വരുന്ന ഫുഡ് അത് ഇൻസ്പെക്ട് ചെയ്യണം. Then everything should be correctly maintained and clean. എല്ലാവരും ക്ലീൻ ആയിരിക്കണം, മെയിൻറ്റൈൻഡ് ആയിരിക്കണം. ആൻഡ് പ്രോപ്പർ സാനിറ്റൈസേഷൻ ആൻഡ് ക്ലീനിങ്, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒരു ഏരിയ നല്ല ക്ലീൻ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏത് ശല്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യപ്പെടേണ്ടത് കൂടിയാണ്. Then സൂപ്പർവൈസർ സ്റ്റാഫ് എപ്പോഴും ആ ഒരു ത്രൂ ഔട്ട് വർക്കിംഗ് ടൈമിൽ ത്രൂ ഔട്ട് പേഷ്യൻസിന്റെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ ആ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യേണ്ടതും അറേഞ്ച് ചെയ്യേണ്ടതും ഈ പറയുന്ന സൂപ്പർവൈസറി സ്റ്റാഫ് ആയിരിക്കണം. ആൻഡ് ഡയറ്റീഷ്യൻ എല്ലാ ദിവസവും ഡയറ്റീഷ്യൻ ഈ പറയുന്ന വാർഡ് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ആ ടൈമിംഗ് ആണെങ്കിലും സർവീസിന്റെ ടൈമിംഗ് ആണെങ്കിലും ഡിറ്റർമൈൻ ചെയ്യേണ്ടത്, നിശ്ചയിക്കേണ്ടതുമാണ്. കറക്റ്റ് ടൈമിൽ തീരുമാനിക്കേണ്ടതുമാണ്. നഴ്സസ് അല്ലെ, നമ്മുടെ വാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്ന വിതരണം ചെയ്യുന്ന ആ ഒരു ഭക്ഷണം വിതരണം ചെയ്ത ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മേൽനോട്ടം വഹിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത് നഴ്സസ് ആണ്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഈ പോർഷൻ ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലായി. ഇനി പ്രോബ്ലംസ് അല്ലെ, ഞാൻ ബാക്ക് ടു അല്ലെ, യെസ്, ഞാൻ എൻജിനീയറിന് പോവാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്നേ തുടങ്ങി പോവാം, സമയമുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞു പോവാം. അപ്പൊ ഈ പ്രോബ്ലംസ് ആണെങ്കിൽ സർവീസ് നേരിടേണ്ടി വരുന്ന അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റാഫായിട്ട് അല്ലെ, ഈ പറയുന്ന ഫുഡ് സർവീസ് സ്റ്റാഫും അല്ലെങ്കിൽ നേഴ്സായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തർക്കങ്ങൾ വന്നേക്കാം. ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തർക്കങ്ങൾ വരാം, അതൊരു പ്രോബ്ലം ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻസ് ഫുഡുമായി അല്ലെങ്കിൽ ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലൈൻസും അവർ എക്സ്പെക്ട് ചെയ്യും, അങ്ങനത്തെ പ്രോബ്ലംസ് വരും. അതുപോലെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മോഷണങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഫ്രോഡ് ആയിട്ടുള്ള പ്രവൃത്തികൾ സംഭവിക്കാനുള്ള ചാൻസും ആ ഒരു മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡിസ്പോസൽ പറയുന്ന വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ഇതിൽ, ഇത്രയും പോയിന്റ്സ് ആണ് പ്രോബ്ലംസ് ഫേസ്ഡ് ദ ഡയറ്ററി സർവീസ് ഇൻ ദ ഡയറ്ററി സർവീസ്. അപ്പൊ പ്രോബ്ലംസ് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഫങ്ഷൻസ് ആണ്. അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഈ പറയുന്ന ഡയറ്ററി സർവീസിന്റെ ഫങ്ഷൻസ് എന്താണ്? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി. അവർക്ക് ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലുള്ള ക്വാളിറ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും വീട്ടിലേക്ക് ചെക്ക് ചെയ്യാം. ഫുഡ് കൊടുക്കുന്നതിന്റെ പോർഷൻസ് അല്ല, ഒരുപാട് ക്വാണ്ടിറ്റി കൊടുക്കാതെ ആവശ്യമായ പോർഷൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണ്ടാക്കുക. ഇതെല്ലാം അവരുടെ പ്രവർത്തനങ്ങളാണ്. പിന്നെ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ ചിലപ്പോ മെനുവിൽ ചിലപ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ റെസിപ്പീസിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്
ഈ പറയുന്ന ഫങ്ഷൻസ് തന്നെയാണ്. ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്താം അല്ലെ, അറിയാലോ അങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, സോ വരുത്താം, അത് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്, അതിന്റെ ഒരു ഫങ്ഷൻ ആണ്. പിന്നെ എന്താണ് ട്രീറ്റ്മെന്റ് ആണ്, ഇൻസ്ട്രക്ട് ചെയ്യുക, പഠിക്കുക, ഈ ഡയറ്റ് എങ്ങനെയാണ് പേഷ്യൻസിന്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് പേഷ്യൻസിന്റെ അസുഖത്തെ ബാധിക്കുന്നത്, അസുഖത്തെ ആ ഒരു ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നത് ഡയറ്റ് എങ്ങനെയാണെന്ന് പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും ഈ ഫങ്ഷൻ ഇവരുടെ ഫങ്ഷൻസ് തന്നെയാണ്. ദെൻ പേഷ്യൻസിനെ എവറിഡേ എല്ലാ ദിവസവും പേഷ്യൻസിനൊക്കെ ഫോളോ ചെയ്യുക, മീൻസ് അവർക്ക് എന്തൊക്കെയാണ് അവരെ കണ്ടീഷൻ എങ്ങനെയാണ് ആ ഫോളോ ചെയ്തതിനനുസരിച്ചിട്ട് അവർക്ക് ചിലപ്പോൾ ഡയറ്റിന്റെ പാറ്റേൺസ് മാറ്റേണ്ടതായിട്ട് വരും. സോ പേഷ്യൻസിനെ മസ്റ്റ് ടു ഫോളോ ദ പേഷ്യൻസ് ഇൻ എവറി ഡേ ആൻഡ് ദ എവറി ഫങ്ഷൻസ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അതിൽ എല്ലാ ദിവസത്തെയും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ദിവസത്തെയും ഫങ്ഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് അവരുടെ മീൽസും സ്നാക്സും പ്രിപ്പയർ ചെയ്യാം. അതായത് ഈ പറയുന്ന ഡയറ്റീഷ്യൻസോ ഫിസിഷ്യനോ പറയുന്ന ഗൈഡ് ലൈൻസ് വെച്ചിട്ട് അവർക്ക് പേഷ്യൻസിന് അല്ലെ മീൽസും സ്നാക്സും പ്രിപ്പയർ ചെയ്യാം, അതൊരു ഫങ്ഷൻ ആണ്. ആൻഡ് അറേഞ്ച് ചെയ്യുക അല്ലെ, അവരുടെ പേഷ്യൻസിന്റെ തെറാപ്പി ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും അതൊക്കെ അറേഞ്ച് ചെയ്യുക, അതുപോലെ ട്രെയിൻ ചെയ്യുക ഡയറ്റീഷ്യൻസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഡയറ്റീഷ്യൻസിന്റെ ഫുഡിനെ കുറിച്ചും ട്രെയിൻ ചെയ്യാം. ദെൻ ഇൻസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കുക, നേഴ്സിനാണെങ്കിലും മെഡിക്കൽ സ്റ്റാഫ്സിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും അല്ലെ, ഡെന്റൽ സ്റ്റുഡൻസിനാണെങ്കിലും ഡയറ്റിന്റെ പ്രിൻസിപ്പൾസും അല്ലെ അവരുടെ ലക്ഷ്യങ്ങളും അല്ലെ ആവശ്യം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളും ഇതിനെ കുറിച്ചൊരു ഡയറക്ഷൻസ് കൊടുക്കുക. ദെൻ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ഇപ്പൊ പറയുന്ന മെറ്റാബോളിക് റിസർച്ച് അല്ലെ, ആ റിസർച്ചിൽ അറേഞ്ച് ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും സെർവ് ചെയ്യേണ്ടതും മെഡിക്കൽ സ്റ്റാഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ്. സോ അതൊരു ഫങ്ഷൻ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ ടു കീപ് ഗുഡ് ന്യൂട്രീഷ്യസ് സ്റ്റാറ്റസ്, അതായത് പേഷ്യൻസിന്റെ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ആയിരിക്കണം അല്ലെ, ഗുഡ് ന്യൂട്രീഷ്യസ് സ്റ്റാറ്റസ് ആയിരിക്കും. അത് എപ്പോഴും അങ്ങനെ കീപ്പ് ചെയ്യേണ്ടതും ഈ പറയുന്ന ഒരു സർവീസ് ആണ്. അതുപോലെ ഫുഡ്സ് ആണെങ്കിലും മെനൂസ് ആണെങ്കിലും സർവിങ് അല്ലെ, വിതരണം ചെയ്യുന്നതാണെങ്കിലും ഇതെല്ലാം മാനേജ് ചെയ്യേണ്ടതും ഈ പറയുന്ന സർവീസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തോ ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല. ഫസ്റ്റ് പോയിന്റ് അത് ആ എക്യുപ്മെന്റിനെ കുറിച്ച് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ഇപ്പൊ ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോഗ്രാംസ് ഫോർ ദ എക്യുപ്മെന്റ്, അതായത് എക്യുപ്മെന്റ് ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മെയിൻ്റെനൻസ് വരാണെങ്കിൽ അതൊന്ന് പ്രിവെന്റ് ചെയ്യുക. അങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. ഈ പറയുന്ന നമ്മുടെ സർവീസിലാണെങ്കിലും അല്ലെങ്കിൽ പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ കാറ്ററിംഗ് ആ ഒരു ഏരിയ ഫുഡ് മേക്കിംഗ് ഏരിയാസിലാണെങ്കിലും ഒരുപാട് മെഷീൻസ് ഉണ്ട്. ശരിയല്ലേ, മെഷീൻസ് ഉണ്ടല്ലോ. ഇപ്പോ എല്ലാവരും നമ്മൾ മാൻമേഡ് ആണോ, നമ്മള് മനുഷ്യന്മാരാണോ എല്ലാ പണികളൊക്കെ ചെയ്യുന്നത്? ഒരിക്കലല്ല. പല കാര്യങ്ങൾക്കും മെഷീൻസ് ഉണ്ട് അല്ലെ. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സവാള ഉള്ളി അരിയാൻ പോലും മെഷീൻസ് ഉണ്ട്. ശരിയല്ലേ, ഉള്ളി അരിയാൻ മെഷീൻസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കട്ടിംഗ് മെഷീൻസ് ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. സോ അതിലെന്തെങ്കിലും മെയിൻ്റെനൻസ് വരുവാണെങ്കിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആ ഒരു എക്യുപ്മെന്റ് പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തേണ്ടത് ഈ പറയുന്ന സർവീസ് തന്നെയാണ് കേട്ടോ. ആ എക്യുപ്മെന്റിനെ കുറിച്ചാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് റോൾസ് ആണ് ഡയറ്റീഷ്യന്റെ റോൾസ് എന്തൊക്കെയാണെന്നാണ്? ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓൾറെഡി നമുക്കറിയാം. പിന്നെ എന്താ അത്രയ്ക്കാണ്. അപ്പൊ എന്താണ് ഡയറ്റ് അല്ലെ? ഡയറ്ററി സർവീസ് എന്ന് പറയുന്നത് മെയിൻലി അവർ ഫോക്കസ് ചെയ്യുന്ന ഡയറ്റ് ആണ്. പേഷ്യൻസിന്റെ അല്ലെ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്ന പേഷ്യൻസ് ഉണ്ട്. പേഷ്യൻസിനെ ബേസ് ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻസിനെ ബേസ് ചെയ്ത് അവരുടെ വെയിറ്റിനെ ബേസ് ചെയ്ത് നമുക്ക് ഓരോ പേഷ്യൻസിനും ഓരോ രീതിയിലാണ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. സോ ആ ഡയറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഡയറ്ററി സർവീസ് ആണ്. ഈ ഡയറ്ററി സർവീസിൽ എന്തായാലും ഒരു ഡയറ്റീഷ്യൻ ഉണ്ടാകും. ആ ഡയറ്റീഷ്യനാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഡയറ്റീഷ്യൻ മാത്രമല്ല, അല്ലാതെയും ഒരുപാട് സ്റ്റാഫ്സ് ഉണ്ട്. ആ സ്റ്റാഫിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ ഉണ്ട്, ഡയറ്റീഷ്യൻ ഉണ്ട്, സൂപ്പർവൈസർ ഉണ്ട്, ഇതെല്ലാം ആ സ്റ്റാഫിംഗ് ആണ്, ഇത് ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ഇത്രയും സ്റ്റാഫാണ് ഈ സർവീസിന്റെ എല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നതും അറേഞ്ച് ചെയ്യുന്നതും എല്ലാം ഇത്രയും സ്റ്റാഫ്സ് ആണ്. അപ്പോ ഈ സ്റ്റാഫ്സിന്റെ ആണെങ്കിൽ ഈ സർവീസിന്റെ ഫങ്ഷൻസും അല്ലെ, ഫങ്ഷൻസും ഡയറ്റീഷ്യന്റെ റോൾസും എന്തൊക്കെ തരത്തിലുള്ള ഡയറ്റ് ആണ്, ആരൊക്കെയാണ് ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത്, ഇന്ന എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോഫ്റ്റ് ഡയറ്റ് മീൻസ് നമുക്ക്
നമുക്ക് മൗത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു വിചാരിക്കും, നമ്മുടെ എല്ലാ ഓർഗൻസ് തന്നെയാണ് അല്ലെ. നമുക്ക് വായിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു, ചവയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, ത്രോട്ടിൽ എന്തെങ്കിലും സർജറി നടന്നു എന്ന് വിചാരിക്കും. നമുക്ക് ചവയ്ക്കാൻ പറ്റുമോ? ചവയ്ക്കാൻ പറ്റും. ചിക്കനോ മീറ്റൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല അല്ലെ. സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് മാത്രമാണ്. നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരാറില്ല. ചവയ്ക്കാനാണെങ്കിലും അത് വിഴുങ്ങാനാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വിഴുങ്ങാനും ചവയ്ക്കാനും പറ്റുന്ന സോഫ്റ്റ് ഫുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേഷ്യൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ചവയ്ക്കാനും വിഴുങ്ങാനും അവർക്ക് ഡൈജസ്റ്റീവിനാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പേഷ്യൻസിനാണ് ആ കൈൻഡ് ഓഫ് ഡയറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ ആണോ? കുറച്ചുപേര് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരുമില്ല. ബോറടിച്ചോ ക്ലാസ്? ബോറടിക്കുന്നുണ്ടോ? ഉണ്ട്. ഇല്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ? നന്നായിട്ട് വായിച്ചോളൂ കേട്ടോ. കാരണം നമ്മുടെ ക്ലാസ്സിൽ ഈ 1 മണിക്കൂർ കൊണ്ട് വന്നിട്ടിരുന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പറയും അല്ലെ. ചിലപ്പോൾ ചിലർക്കൊന്നും മനസ്സിലാവില്ല. കാരണം പെട്ടെന്ന് നമ്മളിത് പറയുമ്പോൾ പെട്ടെന്ന് അത് അവർക്ക് ബ്രെയിനിൽ രജിസ്റ്റർ ആണോന്നോ മനസ്സിലാവുന്ന ഒരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം കേട്ടോ, റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം ടെക്സ്റ്റ് കൂടെ വായിച്ചോളൂ. ഇത് രണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഷുവർ ആണ് ആ ചാപ്റ്റർ ഏത് ടീച്ചേഴ്സ് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ അത് എന്തായാലും നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ ആണ്. പിന്നെന്താണ്, വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഓക്കെ ആണ്, ക്ലാസ് ഓക്കെ ആണല്ലോ? മാം ഹലോ, പറയൂ. ഗൈഡ് പഠിച്ചവർക്ക് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൈഡ് ക്വസ്റ്റ്യൻസേ വരുള്ളൂ എന്നുള്ളത് അങ്ങനെയാണോ? തന്നെയാണ് എക്സാമിന് വരാം കേട്ടോ. അല്ലാണ്ട് വേറെ നമ്മള് എക്സ്ട്രാ ഒന്നും വരില്ലല്ലോ? മാത്രമേ. ഓക്കെ, താങ്ക് യു. ചെറിയ ഹോസ്പിറ്റലൊന്നും ഡയറ്ററി സർവീസ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ചാൻസ് വളരെ കുറവാണല്ലോ. അത്രയും ഒരു അതായത് നമ്മള് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയ ഹോസ്പിറ്റൽസിലായിരിക്കും മേ ബി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യും. കാരണം നമ്മുടെ സാധാരണക്കാർക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യാനാണെങ്കിൽ നമുക്ക് പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലെ. സോ എനിക്ക് തോന്നുന്നു പറയുന്ന കുറച്ച് എക്സ്പെൻസീവ് ആയ ഹോസ്പിറ്റൽസിലാണ് പ്രൈവറ്റ് സർവീസ് ഉണ്ടാവുള്ളൂ കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒന്ന് കാണിക്കോ? സ്ക്രീൻഷോട്ട് എടുക്കാൻ ഏത് പോർഷൻ ആയിരുന്നു? ടെക്സ്റ്റ് മസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് വാങ്ങണം അല്ലെ പറയുന്ന എല്ലാം സാറ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞാണല്ലോ അല്ലെ. സോ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മാക്സിമം ഇതെല്ലാം വാങ്ങാൻ നോക്കുക. ലാസ്റ്റ് ആണ് ഈ പോർഷൻ ആണോ? ഓക്കെ, ഓക്കെ ആയോ? Yes. Okay. So it's time to wind down today's class. Okay. Thank you. Thank you all for this class. Okay. Thank you, ma'am.